പട്ടാളക്കാരന്റെ കിഡിലൻ പ്രണയകഥ പറയാൻ എന്നോടൊപ്പം ഉള്ളത് അഖിലും അഖിലയാണ്. നമസ്കാരം. അഖിലേ, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിശ്വാസമായില്ല, ചേച്ചി പറ്റിക്കുവാണോ എന്ന് ചോദിച്ചു. അതെന്ത് പറ്റി? ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ചോദിക്കുന്നത് ഇന്റർവ്യൂ തരുമോന്ന്. അതെന്ത്, ഞാൻ എന്ത് കണ്ടിട്ടാ ചോദിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സാധാരണ സെലിബ്രിറ്റി അല്ലെങ്കിൽ കുറച്ച് ഇതാവണം. ഞാൻ എന്ത് ചെയ്തെന്ന്, അതായത് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസമായില്ല. ചേച്ചി എന്നോട് ഇന്റർവ്യൂ, ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പറ്റിക്കുകയായിരിക്കുന്നു. കാരണം ഇന്റർവ്യൂ ഒന്നും ആരും എന്നോട് അതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി എന്നെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്റർവ്യൂവിന്റെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, പറ്റിക്കാൻ പറയല്ലേ എന്ന്. അങ്ങനെ വീഡിയോ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വൈറൽ അങ്ങനെ അറിയും അങ്ങനെ കരുതിയില്ലായിരുന്നു. വൈറൽ, ഞാൻ നിങ്ങളുടെ കല്യാണ വീഡിയോ കണ്ടിരുന്നു. കല്യാണ വീഡിയോയിൽ എനിക്ക് അറിയില്ല പട്ടാളക്കാരനാണെന്ന്. ഓക്കെ, സോൾജിയർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു വീഡിയോ കാണുമ്പോൾ വീൽ ചെയറിലുള്ള ഒരു പയ്യൻ കല്യാണം കഴിച്ച ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തരുന്ന ഒരു പോസിറ്റീവ്, കണ്ടപ്പോൾ തന്നെ എനിക്ക് പോസിറ്റീവ് വൈബ് ചെയ്തു. എനിക്ക് തോന്നുന്നു കണ്ട സെക്കൻഡിൽ തന്നെ സാർ ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര നമുക്കൊരു നോർമൽ ആളുകൾ കല്യാണം കഴിക്കും, എല്ലാവരും കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു പെയർ അതിലെന്തോ ഇന്റർവ്യൂ വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കും. കാരണം എന്താ, ഞാൻ വീൽ ചെയറിലിരിക്കുന്നു. ഞാൻ ഇപ്പം പട്ടാളക്കാരനാണെങ്കിലും നോർമലായിട്ട് മാരേജ് കഴിക്കുകയാണെങ്കിൽ എന്റെ മാരേജ് വീഡിയോ എത്ര പേര് കാണും? അധികം പേര് കാണൂല. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലാണ്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വന്നാല് അതെന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ഇന്റർവ്യൂ ചോദിക്കും അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ചിന്തിച്ചതേ ഇല്ല. അപ്പോഴാ ചേച്ചി ചോദിക്കുന്നത്. ഞാൻ അപ്പം തന്നെ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ചോദിച്ചു. എനിക്ക് ശരിക്കും അങ്ങനെ അങ്ങോട്ട് ഞാൻ എന്റെ കളിയാക്കായിരുന്നു ഇന്റർവ്യൂ. അത് നമ്മളെ പോലുള്ളവർക്ക് ഇന്റർവ്യൂ അങ്ങനെ സെലിബ്രിറ്റി അങ്ങനെ അവർക്കൊക്കെ ഇന്റർവ്യൂ കിട്ടുക. നമ്മൾ സാധാരണക്കാരും സെലിബ്രിറ്റിയാ ആണ്, നമ്മൾ സാധാരണക്കാരും സെലിബ്രിറ്റീസ് ആണ്. നമ്മൾ എപ്പോഴാണ് സെലിബ്രിറ്റി ആവുന്ന തരത്തിൽ. ഇത് അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ ഒരു പ്രണയം നിങ്ങൾ അതിൽ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്നേഹിച്ച് കല്യാണം കഴിച്ചാന്ന്. വലിയ പുള്ളിയാണ്, കടത്തലായിരുന്നു, കുമ്പല് കടത്തലായിരുന്നു അല്ലേ? ടീച്ചറിലാണെങ്കിൽ ഒരു ആർമിക്കാരനല്ലേ, അപ്പൊ ആ ഒരു ഇതുണ്ട്, ധൈര്യം ഉണ്ടായിരുന്നു അല്ലേ? തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ ആയ ഒരാളുടെ വീഡിയോ ചെയ്തായിരുന്നു ഞാൻ. ആ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ചോദിക്കുക, ചേച്ചി ഇനി എന്റെ വീഡിയോ എടുക്കത്തില്ലല്ലോ അത്. ഞാൻ പറഞ്ഞു, നീ എന്ന് അവധിക്ക് അവിടെ നിന്ന് എവിടെയായിരുന്നു അന്നേരം? ഇപ്പൊ പൂനെയിൽ നിന്ന് ഇവിടെ വരുന്നു, എയർപോർട്ടിൽ വേണേലും എടുക്കൂന്ന് പറഞ്ഞു. അത് പക്ഷെ ലൈക്ക് ആയിട്ട് കേട്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏച്ചി പറഞ്ഞിട്ടുണ്ട് അവിടെ എയർപോർട്ടിൽ വന്ന് എടുക്കുന്നു. അതാണ് അതിനുശേഷം വിശ്വാസമായി. ഇത്രയൊക്കെ പറയണമെങ്കിൽ എന്തായാലും ഇന്റർവ്യൂ കിട്ടും. പക്ഷെ ചേച്ചിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ പറ്റിക്കലാന്നൊന്നല്ല, ഞങ്ങൾക്ക് സ്വയം വിശ്വാസം വരുന്നില്ല. വിശ്വസിക്കുന്നുണ്ടല്ലോ, ഭാഗ്യാണ് അത് വിശ്വസിക്കുന്ന ഭാഗ്യാണ്. കല്യാണം കഴിക്കുന്നവരെ എനിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവളെ മേലെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഓൾറെഡി ഒരു വീൽ ചെയറിലായതുകൊണ്ട് എനിക്ക് കല്യാണമൊക്കെ നടക്കുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിക്കും കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ല അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഇവളെ പോലത്തെ ഒരു സപ്പോർട്ട് കിട്ടിയോണ്ട് എന്നൊരു ധൈര്യമായിരുന്നു, അതൊക്കെ നടക്കും. ഇനി നമുക്ക് പ്രേമത്തിലേക്ക് വരാം. അതിന് മുന്നേ, പ്രേമം വരുന്നതിന് മുന്നേ എന്നായിരുന്നു സർവീസിൽ കയറിയത്? ഞാൻ 2018 നമ്മള് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വെച്ച്, ഞാൻ കോഴിക്കോടാണ്, എന്റെ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വെച്ച് ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ 4 പ്രാവശ്യം നേവിയിൽ ട്രൈ ചെയ്തതാ, കൊച്ചിയിൽ പോയിട്ട്. അന്നൊക്കെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് അച്ഛനായിരുന്നു. അച്ഛൻ എന്റെ കൂടെ വരല്. ഇപ്പൊ നേവിയിൽ ആദ്യമായിട്ട് ഞാൻ പോയത് കൊച്ചിയിൽ. അന്നൊക്കെ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലല്ലോ, അച്ഛനാണ് വന്നത്. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ ഉള്ളിൽ ഒരു 2 മണിക്കൂറെങ്കിലും പോകും. പാവുണ്ടോ, കഷ്ടപ്പെട്ടിട്ട് പുറത്ത് തന്നെയായിരുന്നു. എന്നിട്ട് അങ്ങനെ അതിൽ കിട്ടിയില്ല. ഫസ്റ്റ് എക്സാം ആയിരുന്നു, 4 പ്രാവശ്യം ട്രൈ ചെയ്ത്, 4ലും കിട്ടിയില്ല. ഒരു ഗരുഡിന്റെ ഇതുണ്ടായിരുന്നു, എയർഫോഴ്സ്. ഞാൻ അതിന് പോയി, ഓടിയിട്ട് എനിക്ക് കിട്ടി, എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു. പക്ഷെ ഞാൻ ഡിപ്ലോമ പഠിക്കുകയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഒറിജിനൽ കൊടുക്കണം, എൻ്റെ ഒറിജിനൽ ഇല്ലായിരുന്നു. ആ കാരണത്താൽ എനിക്ക് അത് നഷ്ടപ്പെട്ട്. ഗരുഡ് ഫോഴ്സ് ആയിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ ആർമിയിലേക്ക് ട്രൈ ചെയ്തത്, ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് വെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഓട്ടോ ഒക്കെ അങ്ങനെ കയറി, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെ പോയിട്ട് ഡെയിലി രാവിലെ എണീറ്റ് പോയിട്ട്, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ അവിടെ 2-3 ചെക്കന്മാരുണ്ടാവും. പക്ഷെ അവര് ഡെയിലി വരലൊന്നുമില്ല. പക്ഷെ ഞാൻ എന്നും പോയിട്ട് ഡെയിലി ഓടിയായിരുന്നു. ഓടി അങ്ങനെ ട്രൈ ചെയ്തിട്ട് വെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു ഓട്ടത്തിന് കയറി. ഓട്ടത്തിന് കയറിയപ്പോൾ തന്നെ ഞാൻ അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞ് ഓട്ടം കിട്ടി. അന്ന് തന്നെയായിരുന്നു ഇത് ഞങ്ങളെ ഡോക്യുമെന്റിന്റെ അതൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്നായിരുന്നു മെഡിക്കലിന്റെ. അപ്പൊ മെഡിക്കലിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ എന്റെ പല്ല് കണ്ടില്ല, ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇതില്ല. ഞാൻ ഇത് ഒന്ന് ക്ലിപ്പ് ഇടുമോന്ന് ചോദിച്ചിട്ട് വരെയുണ്ട്. കാരണം എന്നോടൊരു ഡോക്ടർ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്
ഈ പല്ല് കണ്ടിട്ടല്ലേ അവള് സ്നേഹിച്ച്. പക്ഷേ ഞാനാണ് പറഞ്ഞ പോയി ക്ലിപ്പ് ഇടാൻ. ഇനി ഈ പല്ല് മാറ്റിയാല് അവള് നോക്കുമെന്ന്. അവള് ഇത് കണ്ടിട്ടല്ലേ നിന്നെ സ്നേഹിച്ചത്, അതേപോലെ നിന്നോട്ടെ, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ മോട്ടിവേറ്റ്. പിന്നെ എന്നാ ഇത് മതി, ഇനിയിപ്പോ ക്ലിപ്പ് ഇടാനും ഒരുപാട് ബുദ്ധിമുട്ടല്ലേ, അത് മതി വെച്ച്. അന്ന് മെഡിക്കലിൽ എനിക്ക് അതായിരുന്നു പേടിയുള്ളത്. പല്ലിന്റെ ഗ്യാപ്പ് അല്ല, ഉള്ളില് കേടുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് അടച്ചിട്ടാ പോയത്. ഇല്ല അതിന് റീമെഡിക്കൽ തരും, അടച്ചിട്ടായിരുന്നു പോയെ. പക്ഷെ ഭാഗ്യത്തിന് മെഡിക്കൽ മൊത്തം അന്ന് തന്നെ ഫിറ്റായി. അപ്പോൾ അതും കയറി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാ ഞങ്ങളെ ഇത് എക്സാം ഉണ്ടാവുക. അത് 2 കഴിഞ്ഞിട്ട് ഇപ്പത്തെ സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട്. അന്ന് അത് കഴിഞ്ഞ് 3 മാസം. എത്ര വയസ്സിലാ കേറുന്നേ? ഞാൻ അന്ന് 21. 21. എന്റെ ഡിപ്ലോമ കഴിഞ്ഞ് 1 വർഷം ഞാൻ സുസുക്കിയിൽ സെയിൽസ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ആദ്യം നേവി നോക്കി, പിന്നീട് വ്യോമസേന നോക്കി, ഇപ്പൊ ആർമിയിലേക്ക് എത്തി. നേവിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നേവി ആയിരുന്നു. അതാ ഞാൻ 4 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത്. നേവിനോട് ഒരു റെസ്പെക്ട് ആയിരുന്നു. അവരുടെ ആ ഡ്രസ്സും വൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ആവേശമായിരുന്നു. പിന്നെ ഒന്നാമത് എനിക്ക് പണ്ട് മുതലേ സ്വിമ്മിങ്ങിനോടും അതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നേവി എന്ന് പറയുന്നതും നമ്മള് അതിലുള്ളതല്ലേ, കടലിലെ ഒക്കെ, അത് വലിയ ഷിപ്പ്, എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതാ നേവി ട്രൈ ചെയ്തത്. അത് കിട്ടാണ്ടായപ്പോ എയർഫോഴ്സ്, ഏതെങ്കിലും 3-1 എങ്ങനെങ്കിലും കേറണം. അതെന്റെ എന്നത്തെ ആഗ്രഹമായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? ഏതെങ്കിലും പടങ്ങളൊക്കെ കണ്ടിട്ടാണോ, അതോ ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട്? അച്ഛനാണ് മോട്ടിവേഷൻ. സത്യം പറഞ്ഞാൽ അച്ഛനാണ് മോട്ടിവേഷൻ. അച്ഛനാണ് എന്നെ എല്ലാത്തിലും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫോഴ്സിന്റെ ഒരു ഇത് എനിക്ക് തന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞാൽ ഇനി എന്തെന്ന് ചിന്തിക്കൂലേ, എല്ലാവരും ഓരോ ജോബിലേക്ക് നോക്കുമല്ലോ. എനിക്ക് ഫോഴ്സ്, അതിനോട് ഉള്ളിലുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ലേ. ഈ സിനിമ കണ്ടതിന്റെ ഇതിലൊന്നും അല്ല. സിനിമ കണ്ടാകുമ്പോൾ കൂടുതൽ പേടിയാവില്ലല്ലോ, യുദ്ധം ചെയ്യണം മറ്റേതാണ്. അതിൻ്റെ അതല്ല, ഒരു സ്പോർട്സിനോടൊക്കെ എനിക്ക് താല്പര്യമായിരുന്നു, ഓട്ടം ചാട്ടം. അപ്പോൾ ഇതിലാവുമ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടുമല്ലോ. പിന്നെ ഒന്നാമത് നമുക്ക് റെസ്പെക്ട്, ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തരുന്ന ഒരു ജോബാണ്. പിന്നെ എല്ലാം കൊണ്ടും വെച്ചിട്ട് എനിക്ക് ആർമീന്റെ മെയിൻ ആളാ. ആർമി പോണം. എന്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആർമി പോകണമെന്ന്. വെളുപ്പിൽ 5 മണിക്കൊക്കെ എണീച്ച് ഓടാൻ പോകലുണ്ടായിരുന്നു ആർമി പോവാൻ വേണ്ടിട്ട്. 17ാമത്തെ വയസ്സ് ഫേസ്ബുക്കിൽ ആർമി ഗേൾ എന്നായിരുന്നു. അത് കണ്ടിട്ടാണ് വീണത്. ആർമിയിലെ പെൺകുട്ടിയോ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടതാ. അപ്പൊ എനിക്ക് അങ്ങനെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കയറി ഇത് ട്രൈ ചെയ്ത് 3 മാസം കഴിഞ്ഞ എക്സാം ആയിരുന്നു. അതിന് അച്ഛൻ എന്നെ ഒരു ക്ലാസ്സിന് പറഞ്ഞു വിട്ട്. 1 മാസത്തെ കോഴ്സ് ആയിരുന്നു. അച്ഛൻ വല്യങ്ങാടിയിലാണ് പണിയെടുക്കുന്നത്. അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോയി പഠിച്ച് അങ്ങനെ എക്സാമിൽ കയറി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു തരുമായിരുന്നു ഞാൻ പഠിക്കുമ്പോഴും, ലാസ്റ്റ് ഒരു നിമിഷമാണ് എല്ലാം കിട്ടി, മെഡിക്കൽ ഇനി എക്സാമും കൂടെ മതിയാ, നിന്റെ ജീവിതം തന്നെ മാറി മറിയും, മറ്റൊരു ഇതിലാണ്, അപ്പം നന്നായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു. അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചത്. പണ്ട് ഡിപ്ലോമയൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിക്കാനും അങ്ങനെ വിടുകയായിരുന്നു. പക്ഷെ ഇത് ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പോയിന്റ് വന്നത് കഷ്ടപ്പെട്ട് ഓടി കയറി മെഡിക്കൽ ഫിറ്റായി എല്ലാം കിട്ടിയപ്പോൾ ഒരു എക്സാമും കൂടി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത. അങ്ങനെ 2018 ഞാൻ ജോയിൻ ചെയ്തു മാർച്ചിൽ. എവിടെയായിരുന്നു ഫസ്റ്റ് ജോയിനിങ്? ഫസ്റ്റ് എന്റേത് ട്രെയിനിങ് ഒഡീഷ. ഞാൻ എയർ ഡിഫൻസ് ആണ്. ഞങ്ങള് ഇവിടുന്ന് 23 മലയാളികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാ വിട്ടത്. ഡോക്യുമെന്റ് തന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു പോയി. അപ്പൊ അന്നത്തെ ടൈമിൽ ഞങ്ങൾ ഹിന്ദി ഒന്നും അറിയില്ലായിരുന്നു. ആ മലയാളികളിൽ 1-2 പേർക്ക് ഹിന്ദി അറിയുന്നുണ്ട്. ബാക്കി ഞങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകും. ഇപ്പോഴാണ് ഹിന്ദി നന്നായി പഠിച്ചത്. അപ്പൊ ആ പോകുന്ന ടൈമിൽ ബാക്കിയുള്ളവര് സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കും, ഞങ്ങൾ മനസ്സിലാവില്ല, കാര്യങ്ങൾ അവരോട് പറയും. അങ്ങനെ ചെയ്ത് ഒഡീഷയിൽ 2018 ഞാൻ റിപ്പോർട്ട് ചെയ്ത്. അവിടെ 1.5 വർഷത്തെ ട്രെയിനിങ് ആയിരുന്നു. അത് നല്ല കഷ്ടപ്പാട്. ട്രെയിനിങ് അറിയാലോ, പട്ടാളത്തിൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു. ആ കഷ്ടപ്പാട്ടില് 2019 എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഫസ്റ്റ് പോസ്റ്റിംഗ് എന്റെ പഞ്ചാബിലായിരുന്നു. പഞ്ചാബ് ബട്ടിൻഡ എന്ന് പറയും. 2019 സെപ്റ്റംബറിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്ത്. അപ്പോൾ 1 വർഷത്തോളം ഞാൻ അവിടെ സർവീസ് ചെയ്ത്. അവിടെ ഇപ്പം 2019 സർവീസ് കയറില്ലായിരുന്നു. അന്ന് എന്തായിരുന്നു സർവീസിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ? ഞാൻ സിപ്പായി ആയിട്ട്, നമുക്ക് നോർമലി സിപ്പായി ആയിട്ട്, അപ്പൊ റാങ്ക് ഉണ്ടാവില്ലല്ലോ, സിപ്പായി ആയിരുന്നു. അവിടെ എന്റെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് കയറിയത്. അപ്പൊ ഈ റഡാർ സെക്ഷൻ OFC എന്ന് പറയും. ഓരോരുത്തർക്ക് OFC, OPR അങ്ങനെ ട്രേഡ് ഉണ്ടാവും. എനിക്ക് കിട്ടിയ ട്രേഡ് എന്ന് പറഞ്ഞാൽ OFC ആയിരുന്നു. അതെന്ന് പറഞ്ഞ റഡാർ സെക്ഷനിലായിരുന്നു. പിന്നെ അല്ലാത്ത രാവിലെ PT ഉണ്ടാവും, ഓട്ടം ചാട്ടം, 5 കിലോമീറ്റർ ഓടാൻ ഉണ്ടാവും. പിന്നെ ഞാൻ അവിടെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രോസ് കൺട്രി ഉണ്ട്, 12 കിലോമീറ്റർ ഓട്ട, 12 കിലോമീറ്റർ. അപ്പൊ അതിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് 30 ആളുണ്ടായിരുന്നു. അതിൽ 13ാമത്തെ പൊസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഇത് ബാറ്ററി വൈസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരു ബാറ്ററി ഉണ്ടാവും.
അപ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ സെക്ഷൻ സെക്ഷൻ ആ ഇവരുടെ പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. സത്യം ഞാനും അതാണ് എന്നിട്ട് ചില വേർഡുകളൊക്കെ ഇപ്പഴാണ് ഞാൻ കേൾക്കുന്നത്. അതൊക്കെ അറിയാമെങ്കിൽ ഒരു ഇതൊക്കെ അല്ല എന്നിട്ട് പേര് ആർമി ഗേള്. അറിയുകകള് അവൾക്ക് താല്പര്യം അല്ല ആർമിയിൽ കേറിയാല് ഇതിപ്പോ ആർമിയിലെ ട്രെയിനിങ്ങിന് അതിന് ഇതിനൊക്കെ റിക്രൂട്ട്മെന്റിനൊക്കെ പോയാലും കാര്യം അറിഞ്ഞില്ലല്ലോ. ആർമി ഞാൻ അവളോട് ആദ്യം പറഞ്ഞതാ, പോയിട്ട് ഒരുപാട് അങ്ങോട്ട് ഓടിയാൽ അങ്ങോട്ട് കയറില്ല, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്, അതിന് ഒരുപാട് ഉണ്ടെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ അതിന്റെ കഷ്ടപ്പാടൊക്കെ നീ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഉപദേശിക്കാൻ ചെന്നതാ. ഉപദേശിക്കാൻ ഉപദേശിച്ച് കൂടെ പോയിണ്ട്. കഷ്ടപ്പാട് അന്ന് എന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നല്ലോ, പിന്നെ എനിക്ക് അവിടുന്ന് പറ്റിയോണ്ട് അതും കൂടെ അറിഞ്ഞോണ്ട് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവളോട് ഈ കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ പരിചയപ്പെട്ട ടൈമില് എന്റെ ഈ കാര്യം. 2021 അങ്ങനെ ഒരു വർഷം അത് കഴിഞ്ഞ് 2021 ഞങ്ങൾക്ക് ഒരു അസാൾട്ട് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ഒരു GOC സാബ് ഉണ്ട്, ഏറ്റവും ടോപ്പ് ജനറൽ എന്ന് പറയുന്നു, മേജർ ജനറൽ അല്ലേ, ടോപ്പ് റാങ്ക്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ കാണിച്ചു കൊടുക്കണമായിരുന്നു. അതായത് അസാൾട്ട് എന്ന് പറഞ്ഞാൽ 22 ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ഇത് കവർ ചെയ്തിട്ട്, അതായത് ഈ കുഴി കയറ് ചാടി കിടക്കുക, അങ്ങനെ 22 കവർ ചെയ്തിട്ട് നമ്മൾ അവിടെ എൻഡിങ് എത്തണം ഒരു 12 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഞങ്ങൾ 10 സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓടിക്കേറുക. അത് അപ്പൊ ഞങ്ങള് 10 പേരുണ്ടായിരുന്നു. ആ 10ൽ ഒരാളായിരുന്നു ഞാൻ. എന്നെ സെലക്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞത് സഭ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അത് അതിലിട്ടപ്പോ ഞാൻ പിന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന് പേര് കൊടുത്തു. അങ്ങനെ 10 പേരില് ഞങ്ങൾ ഡെയിലി പ്രാക്ടീസ് നടക്കുമായിരുന്നു, രാവിലെയും വൈകുന്നേരം. റൈഫിൾ ഉണ്ടാവും, ഒരു പിറ്റ് ബാഗ് ഉണ്ടാവും ബാക്കിൽ, അതിട്ടിട്ട് ഡെയിലി പ്രാക്ടീസ് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞതാ, മേലെ ഞങ്ങളത് കയറ് കുറച്ച് തേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെറ്റ് ഉണ്ടാവും, ഒരു ബ്രിഡ്ജ് ടൈപ്പ്, കയറ് കൂടെ കയറി ആ ബ്രിഡ്ജ് കൂടെ നടന്നിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് തിരിഞ്ഞിട്ട് ഒരു കയറ് കൂടെ ഇറങ്ങണം. കയറെന്ന് പറഞ്ഞാൽ നെറ്റ് കൂടെ. ആ നെറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചേല് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ വീണത് എന്ന്. കൂടെ ഉള്ളവർ പറഞ്ഞതാ, എനിക്ക് ബോധമില്ലായിരുന്നു, ബോധം പോയിണ്ടായിരുന്നു. ഞാൻ ആ കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ച് വീണു. പക്ഷെ അതെങ്ങനെ അതെന്നാണ് വീണതെന്നും കൂടെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു തന്നെ എനിക്ക് ഇങ്ങനെയാണ് വീണത്, നീ കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ച് വീണായിരുന്നു, എന്നെ കൊണ്ടുപോയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളെ ഡയറ്റൻ വണ്ടി ഉണ്ടാവും വലിയ, പിന്നെ ഇതിന് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ പറ്റിയാൽ നമ്മൾ സ്ട്രെച്ചറിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ എനിക്ക് ബെറ്ററോ അല്ലെ നടക്കാനെങ്കിലും കഴിയുമായിരുന്നു. അതിപ്പോൾ പറയാൻ പറ്റൂല. പക്ഷെ എന്നെ കൊണ്ടുപോയ രീതി എന്ന് പറഞ്ഞാൽ അത് അവർക്കും അറിയില്ല, ആരെയും കുറ്റമല്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് വീണപ്പോൾ ബ്ലഡും ഒക്കെ കണ്ട ആരായാലും പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനേ നോക്കുള്ളൂ, കൊണ്ടുപോകേണ്ട രീതി ഒന്നും നോക്കൂല. അപ്പോൾ ആ പറ്റിയപ്പോൾ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു തല. അപ്പോൾ ചെവിയിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ വേഗം എന്നെ എടുത്ത് ഡയറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, മിലിറ്ററി ഹോസ്പിറ്റൽ നോർമൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ നിർത്തി. എനിക്ക് അന്നൊന്നും ബോധമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് സ്പൈനിന് പ്രശ്നം വന്ന് അറിഞ്ഞത്. അവർ ബാക്കിൽ സ്പൈനിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന്. അതറിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവനെ പെട്ടെന്ന് കൊണ്ടുപോകണം. എവിടെ കമാൻഡ് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ തന്നെ, ചണ്ഡി മന്ദിർ പഞ്ചാബിൽ. എന്നെ പെട്ടെന്ന് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ ആംബുലൻസ് വന്ന് അവിടുന്ന് ഒരു 4-5 മണിക്കൂറുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് ഞാൻ ആംബുലൻസ് എന്നാണ് എനിക്ക് കണ്ണ് തുറക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സാബും 3 ആൾ ഉണ്ടായിരുന്നു മിലിറ്ററിക്കാർ. എന്നോട് ചോദിച്ചു ഞങ്ങളെ ഓർമ്മ ഉണ്ടോ, പെട്ടെന്ന് ഓർമ്മയില്ലേന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മക്കുറവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവരെ മനസ്സിലായി, കണ്ണ് തുറന്ന് ഞാൻ പിന്നെയും കണ്ണടച്ച് ഹോസ്പിറ്റലിലെത്തി. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു, എന്തൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ 5 ദിവസം കഴിഞ്ഞിട്ട് എന്നെ അവിടെ കിടത്തിയിരുന്നു. എനിക്ക് 6-ാം തീയതി പറ്റിയത്. 4-5 ദിവസം കഴിഞ്ഞ് 11-ാം തീയതിയാണ് എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്. 4-5 ദിവസം അവിടെ കിടത്തിയിട്ട് 5-ാമത്തെ ദിവസം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ബാക്കിൽ സ്ക്രൂ ഇട്ടുണ്ട്, 4 സ്ക്രൂ ഉണ്ട് പുറത്ത്, നട്ടലിന് 4 സ്ക്രൂ ഇട്ട്, റോഡ് 2 റോഡ് 4 സ്ക്രൂ. അപ്പോൾ അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ബാക്കി ഹെഡ് ഇഞ്ചുറി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സ്കാനിങ്ങും ഒക്കെ എടുത്ത്. ഈ ചെവിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഫ്രാക്ചർ ഉണ്ട്, അതിൻ്റെ ഒരു ഇതായിട്ട് ചെവിക്കും പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അപ്പം ചെവി കേൾവി കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അവിടുന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പം എന്നെ അവിടുത്തെ വാർഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഡെയിലി എനിക്ക് ഇഞ്ചക്ഷൻ തരണം, അത്രയും വേദനയായിരുന്നു. വേദന സഹിക്കാൻ പറ്റൂല. രാത്രി ഉറക്കമൊന്നും കിട്ടൂലായിരുന്നു. അപ്പം നമുക്ക് കൂടെ ഒരാൾ തരും, ഒരു അറ്റൻഡർ യൂണിറ്റിൽ നിന്ന്. അപ്പം യൂണിറ്റിൽ നിന്ന് എന്നെ വിട്ട് എൻ്റെ കൂടെ ഒരാൾ നമ്മളെ നോക്കാൻ ഒരാളുണ്ടാവും.
അപ്പോൾ അവിടുന്ന് അങ്ങനെ എനിക്ക് രാത്രി അവിടെ ഫാനും കാറ്റും കുറവായിരുന്നു. രാത്രി വീശി തരും. പിന്നെ വേദനയ്ക്ക് ഞാൻ കരയുമ്പോൾ എനിക്ക് വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കും അവിടെ നിന്ന് തന്നെ ഡോക്ടർ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ അവിടുത്തെ ഒരു നേഴ്സ് MNS എന്ന് പറയും, മിലിറ്ററി നേഴ്സ് ഉണ്ട്. അവർ പറയുന്ന, എന്നോടല്ല പറഞ്ഞത്, വേറെ ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടെ, ഇവന് ഇനി നടക്കാൻ പറ്റൂല, അരക്ക് താഴോട്ട് ഇങ്ങനെ പാരലൈസ് ആയതാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ഞാൻ വിചാരിച്ചു തന്നെ എന്തെങ്കിലും വീണാൽ നമുക്ക് ഷോക്കായി പോവുകയെ അങ്ങനെ എന്തോ രീതിയെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ പറ്റിയത്. അങ്ങനെ ആള് കരയുന്ന കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഇന്നവരെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരോടും പറഞ്ഞില്ല. പിന്നെ ചേച്ചി ചോദിച്ചുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ ആരോട് ഇതാണ് പ്രശ്നം. അയ്യോ, ഇപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ കാര്യം ആരോടും പറയാത്തതും. എൻ്റെ വിഷമം ഞാൻ പറയില്ല ആരോടും എന്താ പറ്റിയത്. കാരണം എനിക്ക് വേണ്ടി കരയും ആരെങ്കിലും കേട്ടാൽ. ഇവളെ തീർച്ചയായും കരയും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ പക്ഷെ ഇന്നേ വരെ കരയിച്ചില്ല. ഞാൻ എപ്പോഴും ഇവളോട് പറയും, ഒരു കാര്യത്തിലും ഇതാവാൻ നിൽക്കരുത്. എന്തിനും എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ എന്നിട്ട് റിക്കവർ മീൻസ് ഞാൻ എന്നിട്ടും തരണം ചെയ്ത് ജീവിക്കുന്നില്ലേ. അപ്പോൾ അത് കണ്ടിട്ട് പഠിക്കാൻ ഇവളോട് പറഞ്ഞാൽ എന്ത് വന്നാലും കൂളായിട്ട് നിൽക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, പക്ഷേ കരയുമാണ്, അതാ പ്രശ്നം. എന്ത് വന്നാലും കരച്ചിലായിരിക്കും എന്നോട് പറയുന്നത്. അപ്പം ഞാൻ കുറേയൊക്കെ ആശ്വസിപ്പിക്കും, മോട്ടിവേഷൻ കൊടുക്കും. ഇവള് തന്നെ ചിലപ്പോ ഇപ്പോഴായിരിക്കും ഇങ്ങനെ സ്റ്റോറി കേൾക്കുന്നത്. സത്യം ഞാൻ ഇത്ര അങ്ങനെ ചോദിച്ചില്ല.